ഞാൻ തുടങ്ങിയ എൻ്റെ ചാനലാണ് അല്ലേ, അന്നാ മരി ഒഫീഷ്യൽ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറ. ആവേശം ആവേശം ലൈക്ക് ചെയ്യണം അല്ലേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് എന്തെങ്കിലും സാഹചര്യവശാലും എന്തെങ്കിലും പോകാൻ പറ്റാതെ വരാൻ പറ്റാതെ വന്ന കൃത്യ ഡേറ്റിലൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കുകയാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം, അന്ന മരിയ ഒഫീഷ്യൽ. ഹായ് ആണോ വെച്ചത്? എന്റെ പൊന്നെ, പോയിച്ച് വരുമ്പോ പാവത്തിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവുമോ ആവോ, എന്റെ ദൈവമേ. അപ്പൊ ഞങ്ങള് 9ാം മാസത്തിലെ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. വാവ്, എന്റെ പൊന്നെ ചക്കരെ, ഈ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കും വേണ്ടി നീ മാമോ. എന്റെ ആ പൊന്നോ ദൈവമേ. ടാറ്റ കൊടുത്തരാ അമ്മക്ക്, ടാറ്റ കൊടുത്ത കൈമുക്കി ഇങ്ങനെ ടാറ്റ കൊടുത്തേ, ടാറ്റ പറഞ്ഞേ അന്നെ കൊണ്ടേ അല്ല അന്നെ കുഞ്ഞാന്ന് വിളിച്ചതാ, പക്ഷെ അത് മാറിപ്പോയി, വേറെന്തായി പോയി. ഓ അയ്യോ, ചിരിച്ച് സന്തോഷിച്ച് കളിച്ച് പോവാ. അമ്മയോട് പറ ഞങ്ങള് പോയി വാക്സിൻ എടുത്തിട്ട് വരാന്ന്, കുത്തു കൊണ്ടിട്ട് വരാന്ന് പറ. എത്ര കുത്തുണ്ടോ കണ്ടില്ല ഇവിടെ തുടച്ചടി, അവിടെ എന്തോ ഒരു ഇവിടുത്തെ പാത. അപ്പൊ ആദ്യക്കുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. അമ്മയോട് ടാറ്റ കൊടുത്തേ. ഓ ഇല്ല, ഫോണല്ല നോട്ടം, ഫോണല്ല നോട്ടം. പറയുക, ഞാൻ പോയിട്ട് വരാം. ഓ ഓ ഓ എന്തൊക്കെയാണ്. അപ്പൊ 9ാം മാസം എത്ര കുത്തിവെപ്പ് വേണം? 2 കുത്തിവെപ്പോ അറിയത്തില്ല, ആണോ? ഒന്നേ ഉള്ളോ? അത് കുഞ്ഞിനെ എടുത്ത് ഓർമ്മയുണ്ടോ? അതെല്ലേ, പോയിട്ട് വരാവേ. പോയിച്ച് വരാം, പോയിച്ച് വന്നുള്ള വിശേഷം നമുക്ക് പറയാന്ന് പറയാം. ഓ എന്റെ പൊന്നെ, അമ്മ ആ സ്റ്റീറിംഗ് ആണെന്ന് പിടിക്കണ്ട, ഞാൻ ഓടിച്ചോളാം കേട്ടോ, ഞാൻ ഓടിച്ചോളാം. എന്നതാടി എന്നാ ഞങ്ങൾ പോയിച്ച് വരാം കേട്ടോ. ടാറ്റാ. ഹലോ, അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. അന്നക്കുഞ്ഞ് ഇതായിരിക്കുന്നു. നമ്മളെല്ലാ പ്രാവശ്യം പോകുന്നിടത്തല്ല കേട്ടോ, ഇന്ന് നമ്മളെ സ്വന്തം തോപ്രാംകുടിയിലെ ഹെൽത്ത് സെന്ററിലാണ് നമ്മള് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് 16 കണ്ടത്താ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ പോകണമായിരുന്നു. അതെ അതെ, ഈ പ്രാവശ്യം ഇവിടെ അടുത്ത് അവര് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്താൽ സാധാരണ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഉണ്ട്, മാസത്തിൽ ഒന്നുണ്ട്. അപ്പൊ നമ്മള് ഇത്രയും ദിവസം എടുത്തോണ്ടിരുന്ന ദിവസക്കണക്കിനുള്ള വാക്സിൻ ആയതുകൊണ്ട് കറക്റ്റ് ദിവസത്തിൽ ഇവിടെ വരണമെന്നില്ല. അവിടെയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നമുക്ക് എന്തെങ്കിലും സാഹചര്യവശാലും എന്തെങ്കിലും പോകാൻ പറ്റാതെ വരാൻ പറ്റാതെ വന്ന കൃത്യ ഡേറ്റിലൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കുകയാണ്. എന്തേലും നമുക്ക് അസൗകര്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റ് ആവാത്തതോ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്റെ കയ്യെ പിടിച്ച് വലിക്കുന്നു വരാൻ പറ്റില്ല. അപ്പൊ ഇത് ഇപ്പൊ 9ാം മാസത്തെ വാക്സിനേഷൻ എന്തായാലും കറക്റ്റ് ഇവിടെ വന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് അതെ അതെ, ഇല്ലെങ്കിൽ പിന്നെ അവിടെ വരെ പോകേണ്ടി വന്നേനെ. ഇപ്പം ഇവിടെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല, ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പിന്നെ അടുത്ത് അവിടെ തിരക്കാണ്, എല്ലാവരും എപ്പോഴും ചെല്ലുന്ന അവർക്ക് ഒരു അസ്വസ്ഥതയാണ്. ഒരുപാട് സ്ഥലത്തൊന്നും ഉണ്ടല്ലോ ചെല്ലുന്നത്. നമുക്കിപ്പോ കേരളത്തിൽ എവിടെ പോയാലും വാക്സിൻ കിട്ടും കൃത്യമായി. ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ കേരളത്തിൽ എവിടെ ചെന്നാലും വാക്സിനേഷൻ ഉണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ നിയമമാണ്, എവിടെ ചെന്നാലും കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിനകത്ത്. പക്ഷെ നമ്മള് അടുത്തുള്ളപ്പോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ ഒരുപാട് ആളും തിരക്കൊക്കെ ആവും, ഒരുപാട് പേര് പലരും ചെല്ലുമ്പോൾ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ പലരാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആവൂലേ. അപ്പൊ നമ്മള് നമ്മുടെ ഹെൽത്ത് സെന്ററിലോട്ട് എത്തുവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വൈറ്റമിനെ കൊടുക്കാൻ വേണ്ടി വന്നു, നല്ല തിരക്കായിരുന്നു. ഇന്ന് രാവിലെയാണ് ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ മാറ്റി സമയം മാറ്റി, ഇപ്പൊ 1 മണിക്കാന്ന് പറഞ്ഞു. 10 ആയി. കാരണം ഡോക്ടർ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് താമസിപ്പിച്ചത്. ആൾക്കാരുണ്ട് കേട്ടോ, ഉണ്ടല്ലേ, പിള്ളേരൊക്കെ ഉണ്ട്, വലിയ പിള്ളേരൊക്കെയാണ്. അതെ, എത്തിട്ടോ, നമ്മള് വാക്സിൻ എടുക്കട്ടെ. അപ്പൊ ഡോക്ടർ വന്നിട്ടില്ലാന്ന് തോന്നുന്നു, അവരുടെ ഹെൽത്തിന്റെ വണ്ടി ഒന്നും വന്ന് കിടക്കുന്നില്ലോ. ശരി ശരി അല്ലേ, സാധാരണ കഴിഞ്ഞ പ്രാവശ്യം. അതെ
ഹെൽത്തിന്റെ വണ്ടി അപ്പൊ എന്തായാലും പോട്ടെ അല്ലേ? പോട്ടെ. ഇതാട്ടോ നമ്മുടെ ഹെൽത്ത് സെന്റർ ബാക്കിൽ കാണുന്നത്. എടുത്തിട്ട് വരാം അല്ലേ പിന്നെ വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഹെൽത്തി വന്ന് കേറിയിട്ട് ഇറങ്ങിപ്പോയി പോകുന്നു കേട്ടോ. കേറി ഞങ്ങളെ തന്നെ കീഴില് തുപ്പലിരിക്കുന്നു. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിവെപ്പ് എടുത്തില്ല, കുത്തിവെപ്പ് എടുക്കാൻ പറ്റിയില്ല. കാരണം 9 മാസം കഴിയണം എന്നുള്ളതാണ് അതിന്റെ ഒരു നിയമം. ഇപ്പൊ 9ാം മാസത്തിലാണ് ഇപ്പം, പക്ഷെ 9 മാസം കഴിയണം. ഈ മാസം 17-ാം തീയതി 9 മാസം കഴിയുള്ളൂ. ഇന്നിപ്പോ പൂർത്തിയാവണം. അപ്പൊ ഇന്നിപ്പോ 11-ാം തീയതി ആയല്ലോ. 6 ദിവസത്തെ മാറ്റമുണ്ട്. കയ്യിൽ നിന്ന് വാഴ്ത്തടി അല്ല, കയ്യിൽ നിന്ന് വാഴ്ത്തി അത് തന്നെ. അപ്പോൾ 6 ദിവസത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പം അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. 6 ദിവസം അല്ല, 1 ദിവസം. ഇന്നിപ്പോൾ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. 11-ാം തീയതി, ഇന്ന് 12-ാം തീയതിയാണ് കൊച്ചിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ 1 ദിവസം വ്യത്യാസത്തിൽ അവർക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 9 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 9 മാസം കഴിഞ്ഞാലേ 9-ാം മാസത്തിലെ കുത്തിവയ്പ്പ്. ഓരോ മാസവും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആ മാസത്തിലെ കുത്തിവയ്പ്പ് എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ പറ്റുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ചിലപ്പോൾ എടുക്കാമായിരിക്കും. കാരണം 1-2 ദിവസം വ്യത്യാസമൊന്നും അവർക്കൊരു വിഷയമല്ല. അതും രജിസ്റ്റർ ചെയ്യുന്ന ആയതുകൊണ്ട് അല്ലേ, എല്ലാം എഴുതി ഇതെല്ലാം സിസ്റ്റത്തിലാവുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ സാധ്യമായിരിക്കില്ല. നമുക്കറിയത്തില്ല. നമ്മൾ ഇതുവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വാക്സിൻ എടുത്തിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ എടുത്തതാണ്. പക്ഷെ അത് നമുക്ക് ഓൾറെഡി ഇവർ തന്നെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് പറഞ്ഞ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം ആ സമയത്ത് ശ്രദ്ധിക്കാതെ വരുന്നത്. അപ്പോൾ അവർക്കും ചെറുതായിട്ടൊന്ന് മാറിപ്പോയി പറഞ്ഞു പോയത്. അത് പ്രശ്നമുള്ള കാര്യമില്ല, സ്വാഭാവികം. 5 ദിവസം വ്യത്യാസം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി ഒന്നെങ്കിൽ ഈ മാസം വരുമ്പോൾ എപ്പോഴെങ്കിലും 9-ാം മാസത്തിൽ ഈ 10-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ആ മാസത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് 16 കണ്ടം പോയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷം. കുത്തു കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ മമ്മി ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുത്തു കൊണ്ടു എന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിരിക്കുകയായിരിക്കും. മമ്മി ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ചോദിച്ചതാ എന്നോട്, 9-ാം മാസം കംപ്ലീറ്റ് ആയില്ലല്ലോ, 10-ാം മാസം അല്ല 9 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലല്ലേ വാക്സിൻ എടുക്കാന്ന്. എനിക്ക് പക്ഷെ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ നിങ്ങൾ 9-ാം മാസത്തിലാണ്. 9-ാം മാസത്തിലാന്ന് ഞാനും പറഞ്ഞു മമ്മീനോട്. അപ്പൊ പിന്നെ ഇവിടുന്ന് വിളിക്കുകയും ചെയ്തല്ലോ. അപ്പൊ പിന്നെ കൺഫേം ചെയ്തു. അങ്ങനെയാണ് കൺഫേം ആക്കിയത്. അപ്പൊ എന്തായാലും സാരമില്ല, നമുക്ക് ഇന്ന് രക്ഷപ്പെട്ടു അല്ലേ. ഇന്ന് കുത്തി കിട്ടാതെ എന്റെ കൊച്ചു രക്ഷപ്പെട്ടു അല്ലേ. എന്റെ ദൈവമേ. അതെ, നമുക്ക് സാധനമൊക്കെ മേടിച്ച് തിരിച്ചു പോവുകയും ചെയ്യാം. ആ സാധനത്ത് 16 കണ്ട തന്നെ നമുക്ക് നഷ്ടം. അവിടം വരെ പോകണ്ടേ, 5 കിലോമീറ്റർ വൺ സൈഡ് തന്നെ ഓടണം. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്നേനെ. എന്തായാലും ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാമല്ലോ എന്നെ കുഞ്ഞെ. അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ചാനലിൽ വരുമെന്ന് പറയാം. എന്റെ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാം. എന്റെ ചാനലാണ്, ഞാൻ തുടങ്ങിയ എന്റെ ചാനലാണ് അല്ലേ, അന്നാ മരി ഒഫീഷ്യൽ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാം. ആവേശം അല്ലേ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ കൊച്ചു പറഞ്ഞ് ലൈക്ക് ചെയ്യണം. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കിട്ടുകയാണ്. വീട്ടിൽ ചെന്നിട്ട് മമ്മിയുടെ വാക്കുകളും കൂടെ നമുക്ക് കേൾക്കാം കേട്ടോ. ഉറപ്പായിട്ടും മമ്മി പറയും. ഞാൻ പറഞ്ഞ അന്നേരം ഞാൻ ചോദിച്ചല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും ഞാൻ കേട്ടില്ല, ഞാൻ ചോദിച്ചത് കേട്ടുമില്ല കേട്ടോ. അതെയോ? അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. ഞങ്ങൾക്ക് കുറച്ച് തൊപ്പാടിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ആദ്യ കുഞ്ഞിനെ നിൽക്കുന്നതിന് മുമ്പിച്ചെല്ലാം അല്ലേ. ആദ്യ കുഞ്ഞിനെ കിടത്തി നമ്മൾ നിർബന്ധപൂർവ്വമായി ഉറക്കിയതാ. അല്ലെങ്കിൽ ഒരു ഇച്ചിരി കഴിഞ്ഞ് അവൻ ഉറങ്ങുള്ളായിരുന്നു. 8:30 കയറ്റവന് 11 കാപ്പിയും കൊടുത്ത് 11:30 12 ആയപ്പോഴത്തേക്ക് ഉറക്കി. നീ കിടന്നുറങ്ങിയാ കൂടുതൽ. കുറച്ച് നേരമായിട്ട് നിന്നെ കാണുന്നില്ല. അപ്പൊ മമ്മി പറഞ്ഞു എനക്കൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കാം, ഉറങ്ങി കാണും, അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു പറഞ്ഞു. പയ്യെ ഞാൻ കഥ തുറന്ന് നോക്കുമ്പോൾ 2 പേരും കെട്ടിപ്പിടിച്ച് ഇവിടെ നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ. ഓക്കേ, ബൈ ബൈ. അന്നുമേ അമ്മയുടെ മുഖത്ത് നോക്കിയിരുന്ന എന്തോ കുസൃതി കാണിക്കുകയാണ്. അന്നുസേ, അന്നുസ്, നിനക്ക് നോക്കാൻ അറിയാം ഇങ്ങോട്ട് അല്ലേ. അറിയാം, ഇങ്ങോട്ട് നോക്കാൻ അറിയാം. അതെ, ഒന്ന് ബൈ ബൈ പറഞ്ഞേ. ഇല്ല, ബൈ ബൈ ഇല്ല. ആ മുഖത്തെ കൊതുകിയ പാട് കിടക്കുന്നുണ്ടോ ദൈവമേ, പാവം. ഓ പോവാ നമുക്ക്.
ഓക്കെ. ആ ഇത് കണ്ടോ ഒരാള് കുത്തി കിട്ടിയോ? മോൻ കണ്ടിട്ട് എന്നാ തോന്നുന്നു? കിട്ടിയെന്നാ തോന്നുന്നു കണ്ടിട്ട്? ചിരിക്കുന്നൊക്കെ ഉണ്ട്. കുത്തു കിട്ടിയില്ല ആയില്ലെന്ന് 17-ാം തീയതി കഴിയണം. പൂർത്തിയാണോ? മാസത്തിലാണ് കൊടുക്കുന്നത്. അതായത് ഇതിപ്പോ എത്രാം മാസം കൊച്ചിന്? 9 മാസത്തിലാണ് നടക്കുന്നത്. ആണോ? ഇയാള് എണീറ്റ് വരുന്ന വഴിയാ? എന്റെ പൊന്നേ ഇതാ വരുന്നു. നിക്ക പോയോ? ആ എന്റെ പൊന്നോ. കൊച്ചുകൊള്ളാം പാവം. അമ്മ എടുക്കമ്മേ, ഇത് കഴിഞ്ഞ് കിട്ടുന്നു. അവരെഴുതി വെച്ച ഡേറ്റ് അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നിടത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.